നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം ചോദിച്ചിട്ടുള്ള കേരള PSC നടത്തിയ പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസ് തസ്തികയുടെ ഫൈനൽ ആൻസർ കീയാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ആവർത്തന ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രം. പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ആനി ബസന്റ്. ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആയിരുന്നു. ആനി ബസന്റ് ആയിരുന്നു. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. വിക്രം മിശ്രി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യൻ ഒപ്പീനിയൻ. ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി. പാരീസ് 83. പാരീസ് 83. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 89. ടെന്നീസ് കോർട്ട് 89. 1789. അടുത്തത്, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ആൻസർ ഓപ്ഷൻ ബി, രവി നദിക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് രവി നദിക്ക് മുകളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം. റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് കുറുകയാണ്? രവി നദിക്ക് കുറുകയാണ്. രവി നദിക്ക് കുറുകയാണ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ആൻസർ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിട്ടുള്ളത്. ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും
നീളം കൂടിയ ദേശീയ പാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? ആൻസർ NH-44. ഓപ്ഷൻ എ NH-44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാതയാണ് NH-44. ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകൾ. ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? നീലഗിരി കുന്നുകൾ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ശരാവതി. ചോദ്യം വായിച്ചു കഴിയുമ്പോൾ ഉത്തരം നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കണം. അത്രയും സമയമൊക്കെ കിട്ടാറുണ്ടല്ലോ. ഉത്തരം ചോദ്യം വായിച്ചു കഴിയുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. കിട്ടാത്ത ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഭാഗമാണോ ഇത് വരുന്നത് അത് നോക്കിയെടുത്തിട്ട് അത്രയും ഭാഗം അതിൻ്റെ റൗണ്ടപ്പ് ചെയ്തിട്ട് അതിൻ്റെ അനുബന്ധ ഭാഗങ്ങളും കൂടി പഠിച്ചു വയ്ക്കണം. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 51 മുതൽ 56 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനമാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായവ ഏതൊക്കെയാണ്? പഞ്ചവത്സര പദ്ധതികളിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ 1, 2, 3 ശരിയാണ്. 3 കാര്യങ്ങളും ശരിയായിരുന്നു. ഇല്ല, 3 കാര്യങ്ങളും ശരിയായിരുന്നു. ഇതായിരിക്കും ഒരു കൺഫ്യൂഷൻ. ആദ്യ 7 ഇന്ത്യൻ പദ്ധതികളില്ലേ, അതിൽ സ്വാശ്രയ സമീപനം, സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ വ്യവസായവൽക്കരണം സെക്കൻഡിൽ വരുന്നുണ്ട് അല്ലേ? സെക്കൻഡിൽ വ്യവസായവൽക്കരണം വരുന്നുണ്ട്, ഫസ്റ്റിൽ കൃഷിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സ്വാശ്രയത്വമാണ്. അങ്ങനെ മനസ്സിലാക്കി വേണം നമ്മളത് എഴുതാനായിട്ട്. ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം കൊടുത്തത് സ്വാശ്രയത്വ സമീപനത്തിനാണ്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ എല്ലാം 12 വരെയും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? നോക്കാം. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെട്ടു. PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രിത നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയം. ആൻസർ ഓപ്ഷൻ ബി 1, 2 മാത്രം. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 മാത്രമാണ് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സ്വകാര്യവൽക്കരണം എന്ന് പറയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അടുത്തത്, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ യോജിക്കാത്തവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. യോജിക്കാത്തവ. ചെറുകിട പ്രസ്താവനകൾ യോജിക്കാത്തത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി ചെറുകിട വ്യവസായം എന്ന് പറയുമ്പോൾ 55-ൽ കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നുണ്ട്. കാർവേ കമ്മിറ്റി 55-ൽ കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതകളെപ്പറ്റി പറയുന്നുണ്ട്. 55-ലെ കാർവേ കമ്മിറ്റി പറയുന്നുണ്ട്. 1950-ൽ
പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ. ഇത് വെക്കുക. 55 കാർവേ കമ്മിറ്റിയിലും ഗ്രാമവികസന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെന്നുള്ള പോയിന്റ്. 55 കാർവേ കമ്മിറ്റി, അതൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? 24 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, സൈമൺ ജോൺസൺ. സൈമൺ ജോൺസൺ. സാമ്പത്തികത്തിന് സൈമൺ ജോൺസൺ. എഴുതി വെച്ചോളൂ, അറിയത്തില്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സൈമൺ ജോൺസൺ. സാമ്പത്തികം സൈമൺ ജോൺസൺ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 16(4). പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം കൊടുത്തേക്കുന്നത് 16(4)ലാണ്. ഓക്കെ. പുതിയ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ എഴുതി വെക്കുക. 16(4)ലാണ് കൊടുത്തേക്കുന്നത്. പിന്നെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 16(4). പിന്നോക്ക വിഭാഗങ്ങൾക്ക് 16(4). തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളും കൊണ്ടുവിൽ തെറ്റായത് ഏതാണ്? അല്ലേ? മാൻഡമസ്, കോവാറന്റോ, സോഷ്യറ്ററി, ഹേബിയസ് കോർപ്പസ് ഉണ്ട്. തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ. മൂന്നാമത്തതാണ് തെറ്റായ കാര്യം. സോഷ്യറ്ററി പറയുന്നതാണ് തെറ്റായ കാര്യം. മാൻഡമസ് നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ കൽപ്പിക്കുന്നതാണ് അല്ലേ. കോവാറന്റോ, ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥലത്തിരിക്കുമ്പോൾ കോവാറന്റോ. ഹെബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെതിരെ അല്ലേ, വീട്ടു തടങ്കലിനെതിരെ എന്നൊക്കെ പറഞ്ഞ ഹെബിയസ് കോർപ്പസ്. അപ്പോൾ അത്രയും സെക്ഷൻ കൂടി ഒന്ന് പഠിച്ചു വെക്കണം എടുത്തിട്ട്. ഓക്കെ. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കണം. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം എന്ന് കേൾക്കുമ്പോൾ ആര് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്? ജവഹർലാൽ നെഹ്റുവിനെയാണ് ഓടി വരിക അല്ലേ. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. വർഷം കൂടിയൊക്കെ നോക്കി ആ റൗണ്ടപ്പ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ദ്വിമണ്ഡല നിയമസഭ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഏതാണത്? ഉത്തർപ്രദേശും തെലങ്കാനയ്ക്കുമാണ്. ഉത്തർപ്രദേശ് ആൻഡ് തെലങ്കാനയ്ക്കാണ് ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത്. ഉത്തർപ്രദേശ് ആൻഡ് തെലങ്കാന. ഉത്തർപ്രദേശ് തെലങ്കാന ദ്വിമണ്ഡല നിയമസഭ. ഉത്തർപ്രദേശ് തെലങ്കാന ദ്വിമണ്ഡല നിയമസഭ. സ്പീഡിൽ തന്നെ പറഞ്ഞ് പഠിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് തീരത്തുള്ളൂ കേട്ടോ. സ്ലോയിലാക്കാനൊക്കെ പറയാം, പക്ഷേ എങ്കിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ എന്താവും? സ്പീഡാകണം. സ്പീഡായെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കാര്യങ്ങൾ തീരുകയുള്ളൂ അല്ലേ. സ്ലോയിൽ പഠിക്കുമ്പോൾ സ്ലോ ലേണേഴ്സ് എന്ന് പറയത്തില്ലേ, ആ സ്ലോയിൽ നമുക്ക് വായിച്ചാൽ അങ്ങനെ മനസ്സിലാകുന്നവർക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു തന്ത്രം വരണം. നേരത്തെ ഞാൻ പറയാറുണ്ട്, സ്ലോയിൽ ഒരു ദിവസം വായിക്കുന്നു, അടുത്ത ദിവസത്തെ സ്പീഡ് കൂട്ടണം. പിന്നെ ഒരാഴ്ചയാകുമ്പോൾ എന്താവുന്നുണ്ട്, നമ്മൾ വീണ്ടും നല്ല ഫ്ലോയിൽ വരും. എങ്കിലേ പഠിച്ച് തീരുകയുള്ളൂ. അല്ലാതെ നമ്മൾ സ്ലോയിൽ പഠിച്ച് ഒരു വാക്ക് വായിച്ച് വിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലവണ്ണം സ്പീഡിൽ വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. അത് സ്പീഡിൽ വായിച്ച് അങ്ങ് ശരിയായിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണത്? PK തുങ്കൻ കമ്മിറ്റി അല്ലേ. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കാണുമ്പോൾ തന്നെ ആരെ കൊടുക്കും? തുങ്കൻ കമ്മിറ്റി കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംഭവം വരുന്ന ആരുമായിട്ടാണ്? തുങ്കൻ കമ്മിറ്റിയുമായി കണക്ട് ചെയ്തതാണ്. ഇത്രയും നീട്ടി വലിച്ച് വായിക്കുമ്പോഴേ വേണ്ട. തദ്ദേശ ഭരണം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തുങ്കൻ കമ്മിറ്റി ആണെന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റണം കേട്ടോ. അടുത്തത് ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? 19 പ്രകാരം എത്ര എണ്ണത്തിനാണ് ഉറപ്പ് നൽകി? എത്ര സ്വാതന്ത്ര്യത്തിനാണ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്? 6 എണ്ണമാണ്. ഓക്കെ. 6 എണ്ണം. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? റിപ്പീറ്റ് വീണ്ടും ചോദിച്ചു ഈ വർഷം തന്നെ. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? എത്ര രീതിയിലാണ്? 3 രീതിയിൽ നഷ്ടപ്പെടാം. 3 രീതിയിൽ
നഷ്ടപ്പെടാം. 3 രീതിയിൽ നഷ്ടപ്പെടാം. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽപ്പെടുന്നു? സാമൂഹിക സുരക്ഷ, സാമൂഹിക ഇൻഷുറൻസ് ഏതിൽപ്പെടുന്നു? ആൻസർ കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ്. ആ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ആ 3 ലിസ്റ്റ് എടുത്ത് എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിടുക. ABCD 4 പേര് സുഹൃത്തുക്കളാണല്ലേ. ഡി മറ്റ് 3 പേരുടെ ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോൾ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ, ഗണേഷ് കുമാർ അല്ലേ. ഇതേ ചോദ്യം ചോദിച്ചു സഞ്ജീവ് ഖന്ന. ഉത്തരം ശരിയാണ് അല്ലേ. ശരിക്കും ചോദ്യം എന്താണ്? ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ് ചോദ്യം അല്ലേ. ആൻസർ എന്താണ്? ബി പറഞ്ഞത് ശരി. ബി എന്ത് പറഞ്ഞു? ഗണേഷ് കുമാർ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത്രയും പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന അവശ്യ യോഗ്യതകൾ? മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ട അവശ്യ യോഗ്യതകൾ ഏതാണത്? 1, 2, 1, 3 കേട്ടോ. ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താവണം? തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. സിമ്പിളായ കാര്യം. 1 ഇന്ത്യൻ പൗരനായിരിക്കണം. അടുത്തത് തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അത്രയും മതി മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ. താഴെ പറഞ്ഞതിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെ കമ്മീഷൻസാണ്? ഏതൊക്കെ കമ്മീഷൻസ് ആയിരിക്കും? ആൻസർ ഏതൊക്കെ വരാം? ഓപ്ഷൻ ബി ആട്ടോ. 1, 2, 3 കമ്മീഷൻസ് വരെ അല്ലേ. 3 കമ്മീഷൻസും തദ്ദേശ കണ്ടോ. ഒരാൾ തുങ്കനെ കണ്ടില്ലേ? തുങ്കൻ തദ്ദേശക്കാരനെ കണ്ടില്ലേ? തുങ്കൻ. ബൽവന്തറെ കമ്മീഷൻ, അശോക് മെഹ്ത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി. ഇത് 3 എന്താ? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളിൽ ബന്ധപ്പെട്ടതാണ്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഓക്കെ. ആൻസർ ഓപ്ഷൻ ഡി. എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം. അതായത് നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. പ്രധാന വ്യവസ്ഥകളാണ് കേട്ടോ. ഇപ്പോൾ ഈ നമ്മുടെ നീതി ആയോഗും പഞ്ചവത്സര പദ്ധതിയൊക്കെ പോലെ തണ്ണീർത്തടവും അങ്ങ് വ്യാപകമായിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ അധികമുള്ള പോയിൻറ്റ്സുകളൊക്കെ ലക്ഷ്യ ബുക്സിലൊക്കെ ഉണ്ട്. കുറേ കിടപ്പുണ്ട്. വലിയ LDC ബുക്കുകൾ ധാരാളം കിടപ്പുണ്ട്. അതൊക്കെ നോക്കി എല്ലാ പോയിൻറ്റ്സും വായിച്ച് വെച്ചേക്കണം. അതിൽ നമുക്ക് ഇങ്ങനെയുള്ള ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഈ 3 പോയിൻറ്റ്സും ശരിയാണെന്ന് വെക്കണം. നമ്മൾ ബാക്കിയെല്ലാം അറിയണ്ടേ. അപ്പോൾ നെൽവയൽ നികത്തുന്നത് തടയുന്നുണ്ട്, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നുണ്ട്, അതുപോലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അല്ലേ. ഒരു പോയിൻ്റ് കൂടി 2008 തണ്ണീർത്തട സംരക്ഷണ നിയമം ഉണ്ടായത്. ആ 8 വർഷം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വർഷം വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് LGS ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. രണ്ടാമത്തെ മാത്രം. ഏതാണ്? രാഷ്ട്രീയ വയോശ്രീ യോജന. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചാണ്. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നതാണ് ഏത്? രാഷ്ട്രീയ വയോശ്രീ യോജന. അവിടെ തന്നെ വയോജനങ്ങൾക്ക് അല്ലേ, വയോജനങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ വൈകല്യമുള്ളവർക്ക്, പ്രായമുള്ളവർക്ക് എന്താണ്, അവർക്ക് ജീവിതത്തിലേക്ക് വേണ്ട ഉപകരണങ്ങൾ ഊന്നുവടി പോലുള്ള ഉപകരണങ്ങൾ ലൈഫിലേക്ക് വേണ്ട ഉപകരണം കൊടുക്കുന്നതാണ് എന്ത്? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. ജീവിത ഉപകരണങ്ങൾ മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണം കൊടുക്കുന്നതാണ് എന്ത്? വയോശ്രീ യോജന പദ്ധതി. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. മനുഷ്യരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഏത് അവയവമാണ്? ആൻസർ അതാണ് സൈനോ ഏട്രിയൽ നോഡ്. സിനോ ഏട്രിയൽ നോഡ് അല്ലേ. ഇതെവിടെ കാണുന്നതാണ്? നമ്മുടെ ഹൃദയമില്ലേ, നമ്മുടെ ഹൃദയം അല്ലേ, ഹൃദയമുണ്ട്. ഹൃദയത്തിൽ ഏറ്റവും മുകളിൽ 2 ഓറിക്കിൾസ് ഉണ്ട്, താഴെ 2 വെൻട്രിക്കിൾസ് ഉണ്ട് അല്ലേ.
ഓറിക്കിളുകളും വെൻട്രിക്കിളുമുണ്ട്. ഓറിക്കിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ ഭാഗത്ത് കാണപ്പെടും, താഴെ വെൻട്രിക്കിളുകളുമുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗം അല്ലേ, ഇടത് ഭാഗത്താണ് എന്ത് വരിക, പേസ് മേക്കർ ഘടിപ്പിച്ചേക്കുന്നത്. പേസ് മേക്കർ അവിടുന്ന് എന്താ പറയുക, ബണ്ടിൽ ഓഫ് ക്രിസ്റ്റൽ സാധനമൊക്കെ ഇങ്ങോട്ട് ഹൃദയത്തിനോട്ട് വരും കേട്ടോ. ഇവിടെ നിന്നാണ് എന്ത് നമ്മുടെ ഹൃദയം ഇടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് പറയുന്നത്. പേസ് മേക്കർ കേട്ടോ, ഹൃദയം ഇടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ഇതാണ് എസ് എ നോഡ്, സിനു ഏട്രിയൽ നോഡ് എന്ന് പറയും. ഏട്രിയം ഓർക്കിളാണ്, സിനു ഏട്രിയൽ നോഡ് പേസ് മേക്കറിലൂടെ. ബണ്ടിൽ ഓഫ് ക്രിസ്റ്റൽ ഒരു സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുവഴി ഇതിൻ്റെ കണക്ഷൻസ് വരുന്ന ഇങ്ങോട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കും. അപ്പം ഹൃദയത്തിൽ 4 അറകളുണ്ട്. 2 അറകൾ, മുകളിലത്തെ അറകൾ ഓറിക്കിൾ എന്നറിയപ്പെടും അല്ലേ. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. താഴെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്താ വെൻട്രിക്കിൾസുമുണ്ട്. മുകളിലത്തതെല്ലാം ഓറിക്കിളുകളും താഴത്തതെല്ലാം വെൻട്രിക്കിളുകളുമാണ്. ഓക്കെ. അപ്പോൾ ഇടത് ഭാഗത്ത് എന്ത് കാണപ്പെടുന്നത്, ഈ സിനു ഏട്രിയൽ നോഡ് കാണപ്പെടുക. അവിടെയാണെന്ത് പേസ് മേക്കർ എന്ന സംഭവം അത് തന്നെയാണ്. ഹൃദയം വെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് പറയുന്നത്. അടുത്തത്, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്നും സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണത്? സ്വയം നിർമ്മിക്കപ്പെടുന്ന സൂര്യപ്രകാശം എന്ന് കേൾക്കുമ്പോൾ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്ന സംഭവം ഏതാണ്? ഓർപ്പിക്കാമല്ലോ അല്ലേ. വിറ്റമിൻ ഡി ആണ് സൺഷൈൻ വിറ്റമിൻ എന്ന് പറയുന്നത്. സൺഷൈൻ വിറ്റമിൻ ജീവകം ഡി ആണ്. ജീവൻ ഡിയുടെ അഭാവത്തുണ്ടാകുന്ന അസുഖം ഏതാണ്? അഭാവത്തുണ്ടാകുന്ന അസുഖമാണ് കണാരോഗം, അല്ലെങ്കിൽ റിക്കറ്റ് എന്നും പറയും. റിക്കറ്റ് എന്ന് പറയും, കണാൽ റിക്കറ്റ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ത്വക്കിലേക്കാണ് സൂര്യപ്രകാശം അടിക്കുക. ത്വക്കിനിടയിലുള്ള കൊഴുപ്പിലാണ് നമ്മുടെ ഡി എന്ന വിറ്റമിൻ നിർമ്മിക്കപ്പെടുക. എർഗോസ്തിറോൾ എന്നൊക്കെ പറയും അല്ലേ. അവിടെയാണ് നമുക്ക് ഈ വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ സി ആക്റ്റീവ് ആകത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ. വിറ്റമിൻ സിയുടെ അഭാവത്തുള്ള അസുഖം ഏതാണ്? സ്കർവിയാണ് കേട്ടോ. വിറ്റമിൻ കെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്നു. ഈയുടെ അഭാവത്തുള്ള അസുഖം എന്താണ്? ഈ ഇല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാകാം. കുട്ടികളില്ലാത്ത അവസ്ഥ. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് എന്ത്? ഇല്ലേ, അവിടെ ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കുക എന്നൊരു പേരൊക്കെ ഉണ്ട് അല്ലേ. ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കുന്നു, അങ്ങനെ മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങളാക്കി മാറ്റുന്നു അല്ലേ. അത് ചെയ്യുന്ന ആരാണ്? മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളാണ്. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. വിഘടനം അല്ലേ. അതായത് സൂക്ഷ്മാണുക്കൾ, മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോഴത് ബാക്ടീരിയ ആവാം, ബാക്ടീരിയ ഉണ്ട്, അതുപോലെ ഫംഗസും ഒക്കെ ഉണ്ടല്ലേ. ബാക്ടീരിയ ഫംഗസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മാണുക്കളാണ്. ഇവ രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഒരു ജീവി അല്ലെങ്കിൽ മനുഷ്യനായാലും ഏത് ജീവിയായാലും ചത്ത് കഴിയുമ്പോൾ അതിലേക്ക് കയറി പ്രവർത്തിക്കും അല്ലേ. ചത്ത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്താണ് ഇവർ കയറി പ്രവർത്തിച്ചിട്ട് ഇല്ല അത് അഴുകാൻ തുടങ്ങും. അഴുകുന്നത് അപ്പോൾ എന്താണ് പറയുക? ജൈവവസ്തു വിഘടിപ്പിക്കുക ചെയ്യുക. അങ്ങനെ എന്താകുന്നത്? അഴുകിയിട്ട് മണ്ണിലേക്ക് ലയിക്കുന്ന അവസ്ഥ എത്തിച്ചേരുന്നു. അപ്പോൾ ഇവർ ആരാണിത്? ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് വിഘടിപ്പിക്കുന്നത്. ബാക്ടീരിയ ഫംഗസുമാണിത് സൂക്ഷ്മജീവികൾ. ഇവരാണ് കയറി വിഘടിപ്പിക്കുക. വിഘാടകരവരാണ് അല്ലേ. അവരുണ്ടെങ്കിൽ മാത്രമേ വിഘാടനം നടക്കത്തുള്ളൂ. അല്ലെ എന്ത് ചെയ്യും? മൃതശരീരങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ അല്ലേ. അപ്പം ബാക്ടീരിയയും ഫംഗസും അത്യാവശ്യമുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്? വിഘടിപ്പിക്കുന്നു ജൈവവസ്തുക്കളെ, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് വിഘടിപ്പിച്ചിട്ട് ശരീരം ഇല്ല. ഇപ്പോൾ ഇലയായാലും നിസ്സാര ഇലയാണ് ഇപ്പോൾ ഇവർ വിഘടിപ്പിക്കുന്നുണ്ട്. വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലേക്ക് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ധാതുക്കളൊക്കെ ഇല്ലേ, അതെല്ലാം മണ്ണിലേക്ക് നൈട്രജനും ഫോസ്ഫറസും അങ്ങനെയെല്ലാം മണ്ണിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും ഓർക്കണ്ട, നമ്മൾ എന്താ പറയുക, മരിച്ചു കഴിഞ്ഞ് ഒരാളെ അടക്കുക എന്ന് വെച്ചില്ലേ, അടക്കഴിഞ്ഞ് നമ്മൾ തെങ്ങൊക്കെ വെക്കത്തില്ലേ, എന്തിനു വേണ്ടിയാണ്? ഈ പോഷകങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടല്ലേ. ഈ തെങ്ങ് കയറി വളരത്തില്ല. എന്തുകൊണ്ടാണ്? ഈ പോഷകങ്ങൾ വെച്ചിട്ടാണ് വളരുക. അപ്പം നമ്മൾ ശരീരത്തുണ്ടായിരുന്ന പോഷകങ്ങൾ എന്ന് പറയുന്ന ധാതുക്കൾ അല്ലേ, മിനറൽസും ഒക്കെ ഉണ്ട്. സോഡിയം പൊട്ടാസ്യം അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്ത് മണ്ണിലോട്ടങ്ങ് ലയിക്കും. അതാണ് ഈ ചെടികളൊക്കെ വളർന്നു വരിക. അപ്പോൾ പെട്ടെന്ന് വളർന്നു വരത്തില്ലേ. അപ്പോൾ ഈ മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് വിഘടനം. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ഈ മൃതശരീരങ്ങളിൽ വന്നിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് വിഘടിപ്പിച്ച് പോഷകങ്ങളെ ഫ്രീ ആക്കുന്നില്ലേ. പോഷകങ്ങളെ ഫ്രീ ആക്കുക എന്ന് പറയുക, സ്വതന്ത്രമാക്കപ്പെടുക എന്ന് പറയുക. സ്വതന്ത്രമാക്കപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? വിഘടനമെന്ന് പറയുക. ഇവിടെ പ്രകാശസംശ്ലേഷണം എന്താണ്? ഹരിതസസ്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലേ. പച്ച നിറമുള്ളവ ചെയ്യുന്ന പ്രവൃത്തിയാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലേ, ഹരിതസസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും ലവണമൊക്കെ ഉപയോഗിച്ചിട്ട് ആഹാരം പാകം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ത്? പ്രകാശസംശ്ലേഷണം. അപ്പോഴാണ് എന്തുണ്ടാവുക? എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുക. അവർ ഉൽപ്പാദകരെന്നാണ് വിളിക്കപ്പെടുക അല്ലേ.
ഇനി ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ്? DOTS ഡോട്ട്സ്, ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഏതാണിത്? ക്ഷയരോഗം, ട്യൂബർക്കുലോസിസ്, TB. ക്ഷയരോഗം, ട്യൂബർക്കുലോസിസ്, TB ബന്ധപ്പെട്ട് അല്ലേ? ക്ഷയരോഗത്തിൻ്റെ ഫസ്റ്റ് വാക്സിൻ ശരിക്കും ജനിച്ചപ്പോൾ എടുക്കുന്ന വാക്സിൻ ഏതാ? ജനിക്കുമ്പോഴേ വാക്സിൻ എടുക്കും. അതിൻ്റെ പേരെന്താണ്? BCG ആണ് കേട്ടോ. BCG ആണ് ആ വാക്സിൻ എടുക്കുക. അത് കഴിഞ്ഞ് പിന്നീട് ക്ഷയം ഉണ്ടാകുമ്പോഴെന്ത് ചെയ്യും? നമ്മൾ ഈ മൾട്ടിപ്പിൾ ഡോസാണ് കൊടുക്കുക. 5 ഡോസ് വെച്ചിട്ടാണ് ഡോസിലൊക്കെ കൊടുക്കുക. അതാണ് ഡോസ് എന്ന് പറയും. മൾട്ടിപ്പിൾ ഡോസ് കൊടുത്താണ് അവർ അസുഖം ഭേദമാക്കുക. എയ്ഡ്സിൻ്റെ വൈറസ് അതാണ്. എയ്ഡ്സിൻ്റെ രോഗകാരി ആരാണ്? HIV വൈറസ് അല്ലേ? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV വൈറസാണ് ഇതിൻ്റെ എയ്ഡ്സിൻ്റെ വൈറസ്. ഓക്കെ. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി എന്നാണ് പറയുക. 30 വയസ്സിന് മുകളിലുള്ളവർക്ക് അല്ലേ? നേരത്തേക്ക് 50 വയസ്സ്, 40 വയസ്സ്, ഇപ്പോഴത്തെ 30 വയസ്സാണ്. അവർക്ക് പിന്നെ ആശാപ്രവർത്തകരൊക്കെ നാട്ടിൽ വന്ന് ചെയ്യുന്ന പറയുന്നില്ലേ? അതിന് പറഞ്ഞ പേരാണ് ജീവിതശൈലി രോഗം. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? രോഗപ്രതിരോധ ശേഷിയെ തകർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആൻറ്റിബോഡീസ് അല്ലേ തകർക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സെൽസ് ആരാണ്? എപ്പോഴും ക്ഷതരക്താണുക്കളിൽ ലിംഫോസൈറ്റുകളാണ്. ക്ഷതരക്താണുക്കൾ WBC ആണ് അല്ലേ? ക്ഷതരക്താണുക്കളാണ് നമ്മുടെ എന്താണ്? ആൻറ്റിബോഡി രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നവർ WBC ക്ഷതരക്താണുക്കളാണ്. അതിനകത്തൊരു 5 എണ്ണം ഉണ്ട് അല്ലേ? അതിനകത്ത് 5 എണ്ണം ഉള്ളതിൽ ലിംഫോസൈറ്റാണ് എന്ത് ചെയ്യുക? നമ്മുടെ ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കുമെന്ന് പറയാം. അപ്പോൾ ഇവിടെ അതിനെ തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? എന്നുവെച്ചാൽ ലിംഫോസൈറ്റിനെയൊക്കെ ബാധിക്കുന്ന ശരിക്കുള്ള വൈറസ് എന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? ഏതാണത്? ശരിക്കും പറഞ്ഞാൽ HIV ആണ് അല്ലേ? നമ്മുടെ ആൻറ്റിബോഡി രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്ന ശരിക്കും ആരാണ്? HIV വൈറസാണ്. അതങ്ങോട്ട് ബോഡിയിലോട്ട് കയറി കഴിയുമ്പോൾ എന്താണ്? അതങ്ങ് ശരിക്കും കയറി ഇങ്ങനെ മേയുക എന്ന് പറയില്ലേ? അവിടെ കയറി വരികിട്ട് അവരങ്ങ് കൺട്രോളിട്ടെടുക്കും. എന്നിട്ട് അവരാണ് എന്ത് ചെയ്യുക? നമ്മുടെ ബോഡി അങ്ങ് ഭരിക്കുക. അവർ ലിംഫോസൈറ്റൊക്കെ വന്നിട്ട് ഈ HIV വൈറസ് കയറി ഓരോ സെല്ലും കയറിയും കുത്തിയിരുന്ന് അവരായിരിക്കും നിയന്ത്രിക്കാൻ മുഴുവൻ കാര്യങ്ങൾ. പിന്നെ നമുക്ക് കാണുന്ന അസുഖങ്ങളെല്ലാം വരും. പനിയും തലവേദനയും ബാക്കി ടൈഫോയിഡും അതും ഇതുമെല്ലാം വഴിയെ പോകുന്ന അസുഖങ്ങളെല്ലാം എന്ത് ചെയ്യും? ഇത് വന്ന് കയറും. കാരണം അവിടെ ആരില്ല, ഈ ലിംഫോസൈറ്റുകളൊന്നും അവിടെ ഇല്ല. അവരെയൊക്കെ തുരത്തി ഓടിക്കും HIV വൈറസ്. മനസ്സിലായി? അപ്പോൾ അതാണ് സംഭവം. HIV അതാണ് സെൽ മീഡിയേറ്റ് എന്ന് പറയാൻ. ഓരോ സെല്ലിലും കയറിയിട്ടില്ലേ? ഓരോ കോശം സെല്ലിലും കയറി എന്ത് ചെയ്യും? ഈ HIV കയറി ആധിപത്യം സ്ഥാപിക്കും. അവിടെയുള്ള ആരെ തൂത്തെറിയും? ഈ ലിംഫോസൈറ്റുകളെടുത്ത് വെളിയിൽ കളയും. പൊക്കോളാൻ പറയും അല്ലേ? ഇവർക്ക് അവിടെ ആധിപത്യം കിട്ടും. അപ്പോൾ ഇവരങ്ങ് ഭരിക്കുകയും ചെയ്യും. മറ്റ് ലിംഫോസൈറ്റിന് എന്തെങ്കിലും ചെയ്യാനൊക്കാത്ത അവസ്ഥ വരും. അപ്പോൾ നമുക്ക് നല്ല പല അസുഖങ്ങളും വന്നിട്ട് നമ്മുടെ ബോഡിക്കകത്ത് ശരീരത്തിനകത്ത് പിടിപെടുകയും ചെയ്യും. അപ്പോൾ അതാണ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV വൈറസാണ്. വൈറസിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്കാണ് എന്ത് ചെയ്യുക? ഒരു ബോഡിക്കകത്ത് കയറിയിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുന്ന അവർക്കാണ്, വൈറസുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധിക്കുക. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രതിപ്രവർത്തനം തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ B ആണ്. രണ്ടും എതിർദിശയിൽ പ്രവർത്തിക്കുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശന തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വിസർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡം ഉള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 100 ആണ്. 2025 ജോൺ കാർക്ക്, മൈക്കൽ ഡെവറോട്ട്, ജോൺ മാർട്ടിനസ് പുരസ്കാരം ഏതാണ്? ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഏതാണ്? നോബൽ പ്രൈസ് ഇൻ ഭൗതികശാസ്ത്രം. മൈക്കൽ ഡെവറോട്ട്, ജോൺ ക്ലാർക്ക്, ജോൺ മാർട്ടിനസ്. 2025 പുരസ്കാരം ആർക്കാണത്? ഭൗതികശാസ്ത്രം അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ കാണാപ്പാടമായിരിക്കുമല്ല. മൈക്കൽ ഡെവറോട്ട് ഭൗതികശാസ്ത്രം പഠിച്ചു വെക്കുക. ഹൈഡ്രജൻ ആറ്റത്തിൽ ഐസോട്രോപ്പുകളിൽ ഭൂമിയിലെ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ആരാണ്? ട്രിഷ്യം അല്ലേ? ഹൈഡ്രജന് 3 ഐസോട്രോപ്പ് ഉണ്ട്, അറിയാമല്ലോ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം.
പ്രോ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 3 ഉണ്ടെന്നറിയാം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിനകത്ത് ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ആരാണ്? ട്രിഷ്യമാണ്. ഓക്കെ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതകത്തെയുമായി ബന്ധപ്പെട്ടതാണ്? നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതാരാണ്? ബോയിൽ നിയമമാണ്. ബോയിലാണ്, എപ്പോഴും ചോദിച്ചിട്ടുള്ള ബോയിലാട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന ദ്രവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7 കുറവ്? ഇത് NH4Cl കേട്ടോ. NH4Cl. 2025 രസായന നോബൽ സമ്മാനം ഉണ്ടോ? വീണ്ടും ചോദിച്ചിട്ടുണ്ട് രസായന നോബൽ സമ്മാനം. വിടരുത്, പഠിച്ചോണം. ആൻസർ ഏതാണത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് അല്ലേ? ക്വാണ്ടം ഡോട്ട്സ് 23 പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? 23 ക്വാണ്ടം ഡോട്ട്സ് കെമിസ്ട്രിക്കകത്ത് വരുന്നതല്ലേ? അതൊന്ന് കിട്ടാൻ തോന്നുന്നവർ വീണ്ടും പിടിച്ചേക്ക്. ഇത് 25 മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതെന്നില്ല. കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗന്ധം. ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരി കേട്ടോ. ഇതിൽ 50 തന്നെ ചെയ്യുന്നുള്ളൂ ഞാൻ. കേരളത്തിലെ മികച്ച കായികതാരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായികതാരം. 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് നേടിയ കായിക താരം കേരളത്തിലെയാണ്. ആരാണവൻ? എൽദോസ് പോൾ. കണ്ടോ? കേരളത്തിലെ എൽദോസ് പോൾ. കേരളത്തിലെ എൽദോസ് പോൾ എഴുതിയില്ലേ? കേരളത്തിലെ എൽദോസ് പോൾ. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ ആസ്ഥാനം ആരാണത്? ചിറക്കൽ കണ്ണൂർ. ഫോക്ലോർ അക്കാദമി ചിറക്കൽ കണ്ണൂർ. ഫോക്ലോർ. ചെറുതുരുത്തി തൃശ്ശൂരത്തെ ഏതാണ്? കലാമണ്ഡലം അല്ലേ? കലാമണ്ഡലം. തപ്പുകൊട്ടി തളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ച് വിവരണങ്ങൾ? കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. അവിടെ നമുക്ക് കിട്ടും പോയിന്റ്. ആരാണത്? പടയണി. പത്തനംതിട്ട ജില്ല പടയണി. മലയാളത്തിലെ പ്രസിദ്ധരായ ഞാനിത് PGക്ക് പഠിക്കുമ്പോൾ ഈ പടയണിയുടെ അവരുടെ പട്ടണം ജില്ലയിൽ എൻ്റെ ചെയ്യുന്നൊരാൾ, അവരുടെ ബന്ധു, അവരുടെ അയാളെ ചേട്ടൻ്റെ മകൾ എൻ്റെ കൂടെ മാത്സിനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സുവോളജി, ഒരു മാത്സിനുണ്ടായിരുന്നു. അന്ന സമയത്ത് പടയണി നോക്കി നമുക്ക് അറിയത്തില്ലല്ലോ. പോട്ടെ. പടയണി പത്തനംതിട്ട ജില്ലയാണ് പടയണി കേട്ടോ. ഇപ്പോൾ കവുങ്ങിൻ പാള എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. കവുങ്ങിൻ പാള പാക്കുണ്ടാകുന്ന അറിയില്ലേ? കവുങ്ങ്, അതിൻ്റെ പാള. അതിൽ വെച്ച് പണ്ട് വലിക്കുമായിരുന്നു, പിള്ളേരൊക്കെ വെച്ചിട്ട് വലിക്കുമായിരുന്നു. എൻ്റെ കൊച്ചിലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീടില്ല, കൊച്ചിലേക്ക് ഉള്ളൂ. ഞങ്ങൾക്ക് 5 പഠിക്കുമ്പോൾ മലയാളത്തിലെ പ്രസിദ്ധരായ ചില ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളും കൊടുത്തിട്ടുണ്ട്. ശരിയായ തരത്തിൽ എഴുതുക. ആട്ടക്കഥാകൃത്തുകൾ ഞാനിങ്ങനെ ലൂസായി വായിച്ചാലും പോയിൻറ്റ്സ് മെയിൻസ് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. എത്ര ലൂസായാലും ആ മെയിൻ പോയിന്റ് നമ്മുടെ കയ്യിൽ. ആട്ടക്കഥകളും ആട്ടക്കഥകളുമാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഇരയിമ്പിൻ തമ്പി ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ആൻസർ 3ഉം 4ഉമാണ് ശരി. കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികവും ഉണ്ണായി വാര്യരുടെ നളചരിതം. കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യരുടെ നളചരിതം കേട്ടോ. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇടുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ ശ്രമിക്കണം കേട്ടോ. പഠിക്കുന്ന റിപ്പീറ്റായിട്ട് പഠിക്കണം. ഈ വരുന്ന കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കാൻ ശ്രമിക്കണം. വരുന്ന കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കണം. അപ്പോൾ അത് വീണ്ടും പിന്നെ അങ്ങ് ചോദിക്കാം. ഈ ക്വാണ്ടം ഡോട്ട്സ് 23 ചോദിക്കുന്ന പോലെ, 23 ചോദിക്കുന്ന പോലെ 25 വേണമെങ്കിൽ അവർ ചോദിക്കാം. അങ്ങനെ അതാ പറഞ്ഞത്. വീണ്ടും അവർക്ക് ഇഷ്ടം അതാണ്. അത് ചോദിക്കുന്നെങ്കിൽ ചോദിക്കുമ്പോൾ എഴുതുകയും ചെയ്യും കേട്ടോ. വിടരുത്. താങ്ക് യു.